ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പസിമോൾ. ഗുഡ് മോർണിംഗ് സഫി. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ 7:30 ആവും. ഡു യു മൈൻഡ്? അയ്യോ, എന്നാ 6:30 ആവും. ഡു യു മൈൻഡ്? എനിക്ക് 6 മണിയാകുമ്പോഴേക്കും പോകണം. വേദുവിന് സ്കൂളിലേക്ക് അയക്കണം. എന്നാ കുട്ടി വാമ്പ് തുടങ്ങിക്കോളൂ. ഓക്കെ. വാട്ട് അബൌട്ട് വിശാഖ? എനിക്ക് അരമണിക്കൂറേ ഉള്ളൂ. എന്നാ കുട്ടി വാമ്പ് തുടങ്ങിക്കോളൂ. നീ ആരാളുടെ ക്ലാസ്സില്? സംഗീത മാം. ഗുഡ് മോർണിംഗ് മാം. Time ഉണ്ടല്ലോ വീഡിയോ അല്ലേ? 6:30 വരെ ഇരിക്കാം. ഓക്കെ. റിസ്വാന, സംഗീത രണ്ടുപേരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യൂ. ഇപ്പൊ ഓൺ ചെയ്യാം മാം. വെയിറ്റ് ഒറ്റ മിനിറ്റ്. ഒരു കാര്യം ചെയ്യൂ, എല്ലാരും വാമ്പ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഇനി നമുക്ക് ബാക്കി പ്രാക്ടീസസ് ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. സംഗീത മാം, ക്യാമറ ഒന്ന് കറക്റ്റ് ആയിട്ട് വെക്കാമോ? ഓക്കെ. ഗുഡ് മോർണിംഗ്. നയന മാം വീഡിയോ ഓൺ ചെയ്യൂ. ഒരു മിനിറ്റ്. പീരീഡ്സ് ആയിരുന്നു ഇവിടെ. ഓക്കെ. ഹെഡ് ഫുള്ളായിട്ട് റൊട്ടേഷൻ ചെയ്യണ്ട. സംഗീത ഒന്ന് ശ്രദ്ധിക്കും. ഹാഫ് ചെയ്താൽ മതി. ഹാഫ് ചെയ്തിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇവിടുന്ന് തിരിച്ചിങ്ങനെ ചെയ്യാം. ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാം. പസിമോൾ വാം അപ്പ് ചെയ്തു. സൈഡ് ടു സൈഡ്. ഇങ്ങനല്ലേ അത് ചെയ്തോ? ഈ ഐഷ ആരാണ്? കൈയൊന്ന് വൈഡാക്കി വെക്കൂ. എല്ലാവരും ചെയ്തോ കേട്ടോ. എന്റെ കൂടെ ചെയ്തോളൂ. കൈ വൈഡാക്കി വെക്കാം. സൈഡ് ടു സൈഡ്. ക്ലാസ്സിൽ കയറിയിട്ടുള്ള എല്ലാവരും വീഡിയോ ഓൺ ചെയ്യാം കേട്ടോ. 5:35 ആയി. 5:40 ആയിട്ടും വീഡിയോ. രേഷ്മ.
then cross right to the left and left to the right. അത് ഞാൻ ചെയ്തു. എവിടെയാ ഗുഡ് ഗേൾ എന്ന് നോക്കട്ടെ. ദാ ഇവിടെ. ഒരു വാൾ പുഷപ്പ് എടുത്തിട്ട് വരൂ. വേണം, ഇത് വേണേ ഒന്നും കൂടി ചെയ്യാം. അയ്യോ. എന്തെങ്കിലും ഒന്ന് ചെയ്യും, വെറുതെ ഇരിക്കരുത്. സോറി മാം, അത് നിസ്കാരം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ടാണ് സാരമില്ല. ലേറ്റ്. സാരമില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് സംസാരിക്കാം കേട്ടോ. ഐഷ ഐഷ ഒന്ന് വീഡിയോ ഓൺ ചെയ്യാമോ? മാം ഇപ്പൊ വാമപ്പ് ആണോ ചെയ്യണ്ടേ? അതെ. ജസ്റ്റ് ഒന്ന് ജോഗ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ. എല്ലാരും റിസ്വാനിക്ക് വേണ്ടി ഒന്ന് ഫോർവേഡ് ബാക്ക്വേർഡ് ചെയ്യും. ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. മൈക്ക് ഒന്ന് കണക്ട് ചെയ്തോട്ടെ. ഫസി, സന്ധ്യ ഇവിടെ. സന്ധ്യ കുളിക്കാൻ പോയി. അല്ല, വീട്ടില് എന്റെ കൂടെ. പാർവതി 5:30 ആണല്ലേ? ഗുഡ് മോർണിംഗ്. ഹലോ, പാർവതി 5:30 ആണോ? കേട്ടോ. കേൾക്കാമോ? ഞാൻ പറയുന്നത് എല്ലാവർക്കും കേൾക്കാവോ? ക്ലിയർ ആണ്. മൈക്ക് കണക്റ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോഴും ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും കൈ അപ്പ് ചെയ്യാം, ഡൗൺ ചെയ്യാം. ഓക്കെ, അപ്പ് ചെയ്യുമ്പോ അതിന്റെ കൂടെ കാല് ഇങ്ങനെ ചെയ്യാം, സൈഡ് ടു സൈഡ് പ്രസ് ചെയ്താ. പുറത്തിട്ട് ഷൂസ് ആക്കാൻ പാടില്ല കേട്ടോ, പുറത്തിട്ട് ഓടി. അപ്പ് ആൻഡ് ഡൗൺ. വെരി ഗുഡ്. ഐഷ വീഡിയോ ഓൺ ചെയ്യൂ. ഗുഡ് മോർണിംഗ് പാർവതി, വീഡിയോ ഓൺ ചെയ്യൂ കേട്ടോ. മാം, എനിക്ക് കാല് പൊക്കാൻ പറ്റണവരെ ഞാൻ പൊക്കുള്ളൂ കേട്ടോ. മതി. ഓക്കെ ഓക്കെ. എല്ലാവരും അവനവന് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി ഹൈ നീസ് ചെയ്യാം. 1 2 3 4. എന്നിട്ട് തിരിഞ്ഞു നിൽക്കാം. 1 2 3 4. ടേൺ 1 2 3 and 4. തിരിയാം. 1 2 3 and 4. നേരെ നോക്കാം. 1 2 3 and 4. Turn 1 2 3 and 4. Turn 1 2 3 and turn. Turn 1 2 3 and turn. Once again, hands up. ഇപ്പൊ കാല് ലിഫ്റ്റ് ചെയ്യുക കേട്ടോ. Up and down. Keep moving. Keep moving. ഐഷ, സോറി, ഞാൻ വീഡിയോ ഓൺ ചെയ്യാത്തോണ്ട് റിമൂവ് ചെയ്യാണ് കേട്ടോ ക്ലാസ്സിന്ന്. 2 minutes കൊണ്ട് ടൈം തരും. കുട്ടി മിണ്ടുന്നില്ല.
എന്താ കുട്ടി ഉറങ്ങിയോ? അതാ വന്നു. ആ ഗുഡ് മോർണിംഗ്. വർക്കൗട്ട് ചെയ്യുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്യൂ. കേക്കാവോ? ആ ഹായ്. ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ട്. എനിക്ക് ഇടയ്ക്ക് എന്താണ് ലങ്സ് ചെറിയ ശ്വാസം മുട്ടൊക്കെ ഉണ്ടായിരുന്നു. ആണോ? എന്നാ ചെയ്യണ്ട, എന്നാ റെസ്റ്റ് എടുത്തോളൂ. കുഴപ്പമില്ല, ഞാൻ അതാ വീഡിയോ ഓണാക്കാന്. ഒന്നില്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യണം വീഡിയോ ഓൺ ചെയ്തിട്ട്, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കണം. അപ്പൊ കുഴപ്പമില്ല, ചെയ്യുന്നു. ബോഡി വീഡിയോ ഓക്കെ ആവുന്ന ഒരു ദിവസം പിന്നെ ഒരു ദിവസം വന്ന് ചെയ്താൽ മതി കേട്ടോ. വീഡിയോ ഓഫായിട്ട് അല്ല അങ്ങനെ പതുക്കെ ചെയ്യാൻ ചെയ്താൽ പറ്റില്ല. മതിയോ? വീഡിയോ ഓഫ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. സാരമില്ല, നെക്സ്റ്റ് ഡേ ബോഡി ഓക്കെ ആവുമ്പോ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. ഓക്കെ ശരി. ഓക്കെ, ഇപ്പൊ ആരും സംസാരിക്കരുത്. കൈ നേരെ വെക്കാം, രണ്ട് കൈയും ലിഫ്റ്റ് ചെയ്യാം. റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. കീപ് മൂവിങ്. അബ്ഡോമൻ ടൈറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഞാൻ ടൈമറിന്റെ സൗണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കീപ് മൂവിങ്. ചേഞ്ച്. അബ്ഡമൻ ടൈറ്റ് ചെയ്തുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാം. മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. റെഡി, സ്റ്റാർട്ട്. ബ്രീത്ത് ഔട്ട്. വായ തുറന്ന് ശ്വാസം വിടാം. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. കീപ് മൂവിങ്. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ആബ്സ് ടൈറ്റ്. അബ്ഡമൻ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക, എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാം. ബ്രീത്ത് ഇൻ. ഓക്കെ, സ്റ്റാൻഡ് അപ്പ്. ഹാൻഡ്സ് ഇൻ ഹെഡ്, സൈഡ് വേസ്. പറ്റുന്ന പോലെ ലിഫ്റ്റ് ചെയ്യുക സൈഡിലേക്ക് കേട്ടോ. നിങ്ങൾക്ക് എനർജി ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ചാടി ചെയ്യാം. കാൽമുട്ടിന് ബുദ്ധിമുട്ടുള്ളവർ ചാടരുത്. സൈഡിലേക്ക് ബെൻഡ് ചെയ്യാം. ബെൻഡ് ചെയ്തോളൂ. Bend, bend, bend. Change. Other side. Other side. Keep moving. Keep moving. ചെയ്തുകൊണ്ടിരിക്കും, നിർത്തരുത് കേട്ടോ. Keep moving. ഇനി അബ്ഡമൻ ടൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ കൈ രണ്ടും ലിഫ്റ്റ് ചെയ്യാം. സൈഡിലേക്ക് ഇങ്ങനെ കാല് റൊട്ടേറ്റ് ചെയ്യുക, തിരിച്ചു വെക്കുക. Hands up. Breathe out. Breathe in. Breathe out. Breathe in. Out. Keep moving. Change. Hands up. Left. Breathe out. വെരി ഗുഡ്. കൈ രണ്ടും ഇന്റർൽ ഇങ്ങനെ കൂട്ടി പിടിക്കരുത് കേട്ടോ, അത് നിവർത്തി വെച്ചാൽ മതി. ഒരു സപ്പോർട്ടിനാണേ, അല്ലെങ്കിൽ താഴേക്ക് വലിക്കുന്നു, അതുകൊണ്ടാണ് സപ്പോർട്ടിന് കൊടുത്തത്. സപ്പോർട്ട് ഇല്ലാതെ പൊക്കി പിടിക്കാൻ പറ്റുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. ടയർഡ് ആകുമ്പോ കൈ താഴ്ത്തിക്കും. Again, hands up, abs tight. മുട്ട് മടക്കാതെ ചെയ്യാം. മുട്ട് മടക്കാതെ ചെയ്യാം. Abdomen tight. Right.
കൈ ഇന്റർലോക്ക് ചെയ്യരുത്. ചേഞ്ച് ലെഫ്റ്റ്. ലെഫ്റ്റ് ചെയ്യൂ. ആബ്സ് നന്നായിട്ട് ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അതേത് പൊസിഷനാ ചെയ്തു? പുതിയ കുട്ടികൾ ചെയ്യുന്നുണ്ടോ? വാ വാ വാ, കമോൺ. പുതിയ കുട്ടികൾക്ക് ക്ലാപ്പ് അടിക്കുന്നത്. വാ 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 വാ. ഓക്കെ, എല്ലാവരും ഫ്ലോറിലേക്ക് വരാം. സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കാം. ചെരിഞ്ഞ് കിടക്കാം. കാലിങ്ങനെ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം, ലിഫ്റ്റ് ചെയ്യാം കേട്ടോ ഫ്ലോറിന്ന്. ഒരു സ്ട്രെച്ച്, അഗൈൻ ബെൻഡ്, സ്ട്രെച്ച് ആൻഡ് ബെൻഡ്. ആ ചെരിഞ്ഞിടുന്നു. പറ്റുന്നത്ര ലിഫ്റ്റ് ചെയ്യും. ആ നമ്മള് ബട്ടർഫ്ലൈ വെക്കില്ലേ കാല്, അതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യാം. ആൻഡ് സ്ട്രെച്ച്. സെയിം തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തോളൂ. ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ 1 മിനിറ്റ് ചെയ്തവര് 1 മിനിറ്റ് തന്നെ ചെയ്യാം. മെല്ലെ സ്റ്റാർട്ട് ചെയ്തവര് മെല്ലെ ചെയ്താൽ മതി. കാല് ലിഫ്റ്റ് ചെയ്യാം. സ്ട്രെച്ച് സ്ട്രെച്ച്. Thirty seconds more. Stretch. Keep moving. Again, butterfly. കാല് ഓപ്പൺ ചെയ്യാം. Stretch, bend, close, open. Stretch, bend, close, open. സംഗീത മാം, എനിക്ക് കാല് കാണാൻ പറ്റുന്നില്ല. കാല് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ് എനിക്ക്. ഇങ്ങോട്ട് വെച്ചോളൂ. ഇങ്ങനെ കിടക്കും. നല്ല ടയർഡ് ആയി കഴിഞ്ഞാൽ കാൽമുട്ട് വേണമെങ്കിൽ ഒരെണ്ണം താഴെ വെച്ചോളൂ കേട്ടോ. അപ്പ് ചെയ്യാ, ഡൗൺ ചെയ്യാ, ക്ലോസ് ചെയ്യാ. മനസ്സിലെങ്കിലും മനസ്സിൽ ചെയ്യാത്താണ് അല്ലേ? നേരെ ഓപ്പോസിറ്റ് സൈഡ് ചെറിഞ്ഞെടുക്കുക. ബട്ടർഫ്ലൈ ഓപ്പൺ ചെയ്യാ, കാൽ ലിഫ്റ്റ് ചെയ്യാം. Stretch, bend, close, open, stretch, bend, close, open, stretch, bend, close, open, stretch, bend, close, open, stretch. Keep moving. 30 seconds more. Close and open. Very good. Keep moving. പറ്റുന്നത് പോലെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. സ്റ്റോപ്പ് ചെയ്യരുത്. നല്ല തീരെ പറ്റണില്ല എന്ന് തോന്നിയാൽ മാത്രം ചെയ്യാം. എല്ലാവരും ചൈതന്യനെ പോലെ നല്ല കുട്ടികളായിട്ട് ചെയ്യാം. റിസ്വാന, വീട്ടിലെ ഫാൻ മാത്രമേ കാണുന്നുള്ളൂ എനിക്ക്. ഓക്കെ, ബാക്ക് പെയിൻ ഉള്ള ആളുകൾ കാല് മടക്കി വെച്ചിട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് 1 by 1 മടക്കിക്കൊണ്ട് തന്നെ താഴേക്ക് ചെയ്യും. ഇത് ബാക്ക് പെയിൻ ഉള്ളവരാണ് ചെയ്യേണ്ടത് കേട്ടോ. കാല് ടേബിൾ ടോപ്പ്. എല്ലാവരും ഒരു പ്രാവശ്യം ചെയ്തോളൂ. ഡൗൺ ചെയ്യാം.
അബ്ഡമൻ ടൈറ്റ് ചെയ്തുകൊണ്ട് കാല് ലിഫ്റ്റ് ചെയ്യുമ്പോൾ കൂടെ ലിഫ്റ്റ് ചെയ്യുക. എല്ലാവരും ഒരു പ്രാവശ്യം കൂടി ചെയ്യുക. 30 സെക്കൻഡ്സ്. നയന മാം 2 കാലും മടക്കി വെച്ചോളൂ. കിടന്നിട്ട് 2 കാലും മടക്കി വെക്കുക. നയന മാം കിടന്നോളൂ. 2 കാലും മടക്കി ടേബിൾ ടോപ്പ് ആക്കി വെക്കുക. മുകളിലേക്ക് വെക്കും. ഇനി 1 by 1 ഇത് ചെയ്യുമ്പോഴും വേദന തോന്നുന്നുണ്ടെങ്കിൽ ഫ്ലോറിൽ വെച്ച് ചെയ്താൽ മതി. കീപ് മൂവിങ്. സെയിം വർക്ക്ഔട്ടിന് എല്ലാവരും ചെയ്യാം. ഓരോ കാലായിട്ട് താഴെ കൊണ്ടുപോയി ടാപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാം. അത് തന്നെ. വെരി ഗുഡ് സൂപ്പർ. കീപ് മൂവിങ്. റിസ്വാന വീണ്ടും ക്യാമറ എനിക്ക് ചെയറാണ് കാണുന്നത്. ക്യാമറ പ്ലേസ് ചെയ്യുന്നത് തീരെ കറക്റ്റ് അല്ല കേട്ടോ. കുറച്ച് പുറകിലേക്ക് കിടക്കാൻ പറ്റിയ നല്ലതായിരിക്കും. എന്താണെന്നറിയോ, നമ്മൾ എന്തെങ്കിലും പൊസിഷൻ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോ ബാക്ക് പെയിൻ ഉള്ള ആളുകൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അല്ലാത്ത ആളുകൾക്ക് അഡ്വാൻസ്ഡ് കുറച്ച് വേറെ ഒന്ന് പറഞ്ഞുതരാം. കാല് ലിഫ്റ്റ് ചെയ്യാം മുകളിലേക്ക്. ഹാൻഡ്സ് ഓൺ യുവർ ഹെഡ്. റീച്ച് അപ്പ്. 1 2 3 4. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അത് ചെയ്താൽ മതി. കഷ്ടപ്പെട്ട ഒരു വർക്കൗട്ടും ചെയ്യരുത് കേട്ടോ. ചെയ്തു 2ന്റെ ഇടയ്ക്കാണല്ലോ പുതിയ വർക്കൗട്ട്. ചെയ്ത കുഴപ്പമില്ല. ഇറ്റ്സ് ഗുഡ്. സംഗീത മാം കാൽ രണ്ടും ബെൻഡ് ചെയ്ത് വെക്കൂ. ഓക്കെ, ഇനി കാല് ടേബിൾ ടോപ്പ് ആക്കി വെക്കൂ. ഇനി 1 by 1 ഫ്ലോറിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ചെടുക്കും. ഓക്കെ, ഇനി എല്ലാവരും സൈഡ് പ്ലാങ്ക് ചെയ്യുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ വേണം ചെയ്യാനായിട്ട് കേട്ടോ. പക്ഷെ ഒരു പോയിന്റ് അധികം ട്രൈ ചെയ്യാം. സൈഡ് പ്ലാങ്ക്. ഹിപ്സ് അപ്പ്. നിങ്ങൾക്ക് കാൽമുട്ട് താഴെ വെച്ചിട്ടാണ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ മുട്ട് താഴെ വെച്ച് ലിഫ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു കാല് മുമ്പിൽ വെക്കാം. എങ്ങനെ നിന്നാലും ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം ആൻഡ് കം ബാക്ക്. ഇത് ഈസി ആയിട്ട് തോന്നുന്ന ആളുകൾ കാൽ നേരെ വെക്കാം. ട്വിസ്റ്റ് ആൻഡ് കം ബാക്ക്. റെഡി? സ്റ്റാർട്ട് നൗ. ഏതാണ് കംഫർട്ട് അതനുസരിച്ച് ചെയ്യാം കേട്ടോ. ചെയ്യാതിരിക്കരുത്. കീപ് മൂവിങ്. റിസ്വാന താഴെ എപ്പോഴും ഒരു മാറ്റോ അല്ലെങ്കിൽ ഷീറ്റോ വെക്കണോ കേട്ടോ. ക്ലാസ്സില് നമുക്ക് 1-to-1 സെഷൻ കിട്ടിയില്ലായിരുന്നു അല്ലെ. നയന മാം ഷീറ്റ് വിരിച്ചിട്ടില്ല, ബോഡി പെയിൻ വരും. നേരെ എഴുന്നേൽക്കുക ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ഓപ്പോസിറ്റ് സൈഡ്. ഞാൻ ചത്തിട്ടൊന്നുമില്ല, ഞാൻ ഇവിടെ ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡ്. വാ. ഗുഡ് ഗേൾ ആണ് ചൈതന്യ. എല്ലാവർക്കും റോൾ മോഡലാണ്. അതർ സൈഡ്. ട്വിസ്റ്റ് ഗേൾസ്, കം ഓൺ. ട്വിസ്റ്റ്. അതർ സൈഡ്. നിങ്ങൾക്ക് എങ്ങനെയാണോ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുക അതുപോലെ ട്വിസ്റ്റ് ചെയ്യുക ആൻഡ് കം ബാക്ക്. ആബ്സ് ടൈറ്റ്. ആബ്സ് ടൈറ്റ്. പാർവതി ടയേർഡായോ? വെരി ഗുഡ്. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടല്ലോ അല്ലെ? അത് മതി. ഓക്കെ, നെക്സ്റ്റ് വൺ. മലർന്ന് കിടക്കുക. ഒരു കാലം ബ്രീത് ഔട്ട്. ഈസി ആയിട്ടുള്ള വർക്ക്ഔട്ട് ആണ്. വാ. ബ്രീത് ഔട്ട് ആൻഡ് ലിഫ്റ്റ്. ബ്രീത് ഔട്ട് ആൻഡ് ലിഫ്റ്റ്. ബ്രീത് ഔട്ട് ആൻഡ് ലിഫ്റ്റ്. എല്ലാവരും വാവ് ഐ ഫീൽ സോ സ്ട്രോങ് എന്ന് പറയാം മനസ്സിൽ. ഐ ഫീൽ സോ സ്ട്രോങ്. ചൈതന്യക്ക് ഉറക്കെ പറയാം. ചേഞ്ച്. അതർ സൈഡ്. കാല് ചേഞ്ച് ചെയ്യാം. ഒരു കാല് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോൾ മറ്റേ കാല് താഴെ ബെൻഡ് ചെയ്ത് വെച്ചോളൂ. കീപ് മൂവിങ്. കീപ് മൂവിങ്. ഒരു കാല് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോൾ മറ്റേ കാല് ബെൻഡ് ചെയ്ത് അവിടെ വെക്കുക.
സെയിം തന്നെ. ചേഞ്ച് അഗൈൻ. ബ്രീത്ത് ഇൻ ത്രൂ നോസ്. ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് അബ്ഡമൻ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക. കാല് ലിഫ്റ്റ് ചെയ്യുക. ഈ വർക്ക്ഔട്ട്സിൽ മുഴുവൻ നിങ്ങളുടെ ബ്രീതിങ് കൺട്രോളോടുകൂടിയാണ് മുന്നോട്ട് പോകേണ്ടത്. ബ്രീത്ത് ഔട്ട് ആൻഡ് ലിഫ്റ്റ്. കീപ് മൂവിങ്. കീപ് മൂവിങ്. ചേഞ്ച്. ഈ വർക്ക്ഔട്ട് ഈസി ആയിട്ട് തോന്നുന്ന ആളുകൾ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരു കാല് ലിഫ്റ്റ് ചെയ്ത് വെക്കാം. അതായത് താഴെ വെച്ചിരിക്കുന്ന കാല് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് വെക്കാം. വിശാഖ വേണമെങ്കിൽ ടേബിൾ ടോപ്പ് വെച്ചോളൂ. എന്നോടല്ല പറഞ്ഞു കൊണ്ടിരിക്കുക അല്ലേ? രേഷ്മ ഓക്കെ, രേഷ്മ ഫൈൻ. ചേഞ്ച്. അതിലേക്ക് ഒരു പോയിന്റ്, നിങ്ങൾക്ക് എത്ര വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുക അതിന്റെ ഒരു പോയിന്റ് അധികമായിട്ട് എഫേർട്ട് കൊടുക്കുക. മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിൽ കൂടെ വിടുക. അബ്ഡമൻ ടൈറ്റ് ചെയ്യുക. സംഗീത മാം, കാല് താഴ്ത്തുന്ന സമയത്ത് നിവർത്തി വെച്ച് താഴ്ത്താൻ നോക്കൂ. റൈറ്റിലേക്ക് മടക്കി വെക്കൂ. ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും റിലാക്സ് ചെയ്യുക. 30 seconds റെസ്റ്റ്. സംഗീത മാം മാത്രം ചെയ്യൂ. റൈറ്റിലേക്ക് മടക്കി വെക്കുക. ഇനി റൈറ്റിലേക്ക് അനക്കരുത്, ലെഫ്റ്റിലേക്ക് അപ്പാൻ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു 3 എണ്ണം ചെയ്യൂ, 4, 5 എണ്ണം ചെയ്യൂ. വെരി ഗുഡ്. ഇനി ചേഞ്ച് ചെയ്തേ. ഇടതുകാല് മടക്കി വെക്കുക, വലതുകാല് നിവർത്തിയിട്ട് വലതുകാല് മുട്ട് മടക്കാതെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യൂ. വലതുകാല് മുട്ട് മടക്കാതെ അപ്പ് ആൻഡ് ഡൗൺ. മുട്ട് മടക്കരുത്, കാല് വടി പോലെ വരട്ടെ. ഓക്കെ, ഇനി എല്ലാവരും ചെയ്യാ. റെസ്റ്റ് കഴിഞ്ഞു കേട്ടോ. കാലിങ്ങനെ നെഞ്ചിലേക്ക് മടക്കി സ്ട്രെച്ച് ഔട്ട് ചെയ്യാം. ആൻഡ് ബ്രീത്ത് ഔട്ട്. Breathe in, breathe out. Breathe in and breathe out. Breathe in, breathe out. Both legs up. കാല് ലിഫ്റ്റ് ചെയ്ത് അവിടെ വെറുതെ വെച്ചാൽ മതി, ഒന്നും ചെയ്യണ്ട. മൂക്കിലൂടെ ശ്വാസം എടുത്ത് വിടാം. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ കാണിക്കണം കേട്ടോ. വിശാഖ, ലെഗ്സ് അപ്പ്. ബോത്ത് ലെഗ്സ് അപ്പ്, ഹാൻഡ്സ് അപ്പ്. സ്റ്റേ there. ചെയ്തു. കാല് മുകളിൽ ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കാല് മടക്കി വെച്ച് ഹോൾഡ് ചെയ്യാം കേട്ടോ. Down. Once again bend. കാല് bend ചെയ്യാ. Stretch up. രേഷ്മ ഓവർ സ്ട്രെയിൻ ചെയ്യണ്ട കേട്ടോ. Stretch up and down. Keep moving. കാലിങ്ങനെ സർക്കിൾ ചെയ്യും. Bend, stretch up, down. Breathe in. 30 seconds more. Bend, stretch up, down. എനിക്ക് പോവാറായി. കുട്ടി സ്ട്രെച്ച് ചെയ്തോളൂ. സ്ട്രെച്ച് ചെയ്തിട്ട് പോയി. വിശാഖ ടൈം ആയിണ്ടോ? വിശാഖയുടെ ടൈം ആയോ? 6 o'clock ആയിണ്ട് കേട്ടോ. രണ്ടുപേരും ഒന്നിച്ച് പരസ്പരം നോക്കി നിന്നിട്ട് സ്ട്രെച്ച് ചെയ്യാം. ഇതിലാരാ വിശാഖ? ഞാൻ പരസ്പരം യെല്ലോ കളർ നോക്കട്ടെ, എനിക്ക് കാണില്ല ആരും. യെല്ലോ കളർ കാണാത്ത. ഞാൻ മാറ്റി വെച്ചിരിക്കുക, എല്ലാരും ഒളിപ്പിച്ച് വെച്ചിരിക്കുക. രേഷ്മ പറഞ്ഞ എന്റെ രേഷ്മയാണോ? രേഷ്മ, അതെ അതെ. ഓക്കെ, എല്ലാവരും നിന്റെ സ്വന്തം സൈഡിലേക്ക് ഒരു കാല് നീട്ടിട്ട് മറ്റേ കൈ എന്താണ് കൈ തലയിൽ വെക്കുക. ഓക്കെ, മെല്ലെ ഇങ്ങനെ സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യാം. സ്ട്രെച്ച് കാണിച്ചു തരും ഇടയില്. ആൻഡ് ഓപ്പോസിറ്റ്. വിശാഖ, ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യട്ടെ. സ്ട്രെച്ചിങ്. കീപ് മൂവിങ്. നാളെ ക്ലാസ് ഉണ്ടോ? നാളെ ഇനി തേഴ്സ്ഡേ ഈവനിങ് വേണമെങ്കിൽ കയറാം കേട്ടോ. ഈവനിങ്
Calorie points. ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാ. 3 സെറ്റ്സ് ചെയ്യണം. നയന മാം കമോൺ. മടക്കരുത്, മടക്കണ്ട. Firstly, bye. കുറച്ചു നേരം ചെയ്തിട്ട് പോ, സ്ട്രെച്ചിങ് ചെയ്യാതെ പോലെ. എല്ലാവരും 3 സെറ്റ്സ് ഫിനിഷ് ചെയ്യാം. സമ്മതിക്കില്ല, ഇത് ശരിയില്ല. Third set. Third set, right and left. ഓക്കെ, സ്ട്രെച്ചിങ് ചെയ്തു. മാം ഇവിടെ കറണ്ട് പോയി, അതുകൊണ്ട് എന്നെ കാണില്ല. Okay, സാരില്ല. അപ്പൊ എല്ലാവർക്കും ടാറ്റ. ബൈ രേഷ്മ, ബൈ നയന ചേച്ചി, പിന്നാലെ ഫസിയുടെ പിന്നാലെ എല്ലാവർക്കും ടാറ്റ. ബൈ ഫസി, ബൈ സന്ധ്യ. ഓൺലൈനിലുള്ള ബാക്കി എല്ലാവർക്കും ബൈ ബൈ. ഇങ്ങനെ നേരത്തെ പോയി മറ്റുള്ളവർക്ക് പോവാനുള്ള ടെൻഡൻസി കൂട്ടി കൊടുക്കല്ലേ. എല്ലാവരും ശരിക്കും ചെയ്യും. മിണ്ടാതിരിക്കളാ. ബൈ ബൈ. ബൈ. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഡയറ്റ് അയക്കൂ കേട്ടോ. അയക്കാം. ഫസിയുടെ മുടിയാണ് സത്യം അയക്കും. ഓക്കെ, ഐ ട്രസ്റ്റ് യു. ബൈ ബൈ. ശരി, ഇനി എല്ലാവരും എഴുന്നേൽക്ക, ഇരുന്നോളൂ. സിറ്റ്. കുറെ നേരമില്ലേ കിടക്കണു. ഇരുന്നിട്ട് കൈ മുമ്പിൽ ഇങ്ങനെ വെക്കാം. അബ്ഡമൻ ടൈറ്റ് ചെയ്യാം. സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യാം. ഒരുപാട് തിരിയരുത് കേട്ടോ, കുറച്ച് പോയാൽ മതി. തിരിയ. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് തിരിച്ചു വരും. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. അങ്ങനെ കീപ് മൂവിങ്, കീപ് മൂവിങ്. വിശാഖ. യെസ്. ഇനി നിങ്ങളിൽ പറ്റുന്ന ആളുകൾക്ക് കാൽ ലിഫ്റ്റ് ചെയ്യാം. രേഷ്മ കാൽ ലിഫ്റ്റ് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്നവര് മാത്രം കാൽ ലിഫ്റ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാല് താഴെ വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്താൽ മതി. ട്വിസ്റ്റ്, ബ്രീത്ത് ഔട്ട്. ഹലോ ഞാൻ മറ്റേ കിട്ടിയില്ലേ, ഈ കുട്ടിയുടെ ട്വിസ്റ്റ്. Keep moving. 3 സെറ്റ്സ് ഫിനിഷ് ചെയ്ത് ലാസ്റ്റ് വർക്കൗട്ട് ആണ്. സ്ലോ ആയിട്ട് ചെയ്യാം. സൈഡിലേക്ക് തിരിയുന്ന സമയത്ത് കാലനക്കണ്ട. നയന മാം കാലനക്കാതെ അപ്പർ ബോഡി മാത്രം തിരിഞ്ഞാൽ മതി. കാല് താഴെ വെച്ച് ചെയ്തോളൂ, കുഴപ്പമില്ല. ബ്രീത്ത് ഇൻ ചെയ്യാ, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് തിരിച്ചു വരാം. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ and breathe out. Keep moving. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു 30 സെക്കൻഡ്സ് വരുമ്പോ കേൾക്കുന്ന ബീറ്റ് കേൾക്കുന്നുണ്ടോ? ഉണ്ടല്ലേ, ഓക്കെ. ഓക്കെ, എല്ലാവരും റിലാക്സ് ചെയ്യൂ. ഒന്ന് ഫുൾ ബോഡി റിലാക്സ് ചെയ്ത് കിടക്കാം. വാവ്, കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്ത് കിടക്കൂ കേട്ടോ. റിലാക്സ് യുവർ ബോഡി ആൻഡ് മൈൻഡ്.
ശരീരം മുഴുവനായിട്ടും കൂടുതൽ എനർജറ്റിക് ആവുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കുക. നിങ്ങളുടെ ഇന്നത്തെ ദിവസം കൂടുതലായിട്ട് സ്ട്രെങ്ത് വരുന്നതായിട്ടും നിങ്ങളുടെ മൈൻഡ് നല്ല പവർഫുൾ ആവുന്നതൊക്കെ ആയിട്ട് മനസ്സിൽ വിചാരിക്കുക. ഓരോ തവണ ശ്വാസം എടുത്തു വിടുമ്പോഴും നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ ബുദ്ധിമുട്ടുകളും എല്ലാം, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങളെ വിട്ട് ദൂരേക്ക് പോകുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കും. ഓക്കെ, നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കുന്നുണ്ടായിരുന്നോ? ഇല്ല. മ്യൂസിക് കേൾക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ കാണിക്കണേ. ഇല്ല, ഇല്ലില്ല. ഫസി ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് അറിയോ? ഒക്കെ ട്രൈങ് ടു കണക്ട് ആൻ ഓഡിയോ എന്ന് പറഞ്ഞിട്ട്, പക്ഷെ കനോട്ട് ഹിയർ എന്നാ കാണിക്കുന്നു. ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ല, ഫസി പറയുന്നത് കേൾക്കുന്നില്ല.
എനിക്കിവിടെ അമ്പലത്തിലത്തെ പാട്ട് കേട്ടുകൊണ്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ. വേറെ ഒന്നും എനിക്ക് കേൾക്കണില്ല. ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അല്ലേ? ഒന്നും കേൾക്കുന്നില്ല. ഇപ്പോഴാണ് ഫസ്റ്റ് ഒച്ച കേൾക്കുന്നത്. ഞങ്ങളിവിടെ മ്യൂസിക് വെക്കുന്നുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് പ്ലേ ആവുന്നില്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ടാ. ഒന്നും കേട്ടില്ല. സ്ക്രീൻ ഷെയർ. ഇപ്പോഴോ? പാട്ടേക്കാം. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മൾ ഡാൻസ് ചെയ്യാൻ പോവാണ്. എല്ലാരും എഴുന്നേറ്റോളൂ. ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫസി ഫസി ഞാൻ ഇറങ്ങുവാണേ. ഓക്കെ. സമയം. ശരീരത്തിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഡാൻസ് ചെയ്യാൻ പാടുള്ളൂ. രേഷ്മ സ്ട്രെച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, നയനമ്മ എഴുന്നേറ്റോളൂ. ഇനി നിങ്ങൾക്ക് തീരെ സ്റ്റെപ്സ് ഒന്നും അറിയുന്നില്ല, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മൈൻഡിന് വേണ്ടിയിട്ടാണ്. അപ്പോ സ്റ്റെപ്സ് നോക്കണ്ട, ജസ്റ്റ് എൻജോയ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇപ്പോ സമയം 6:15 ആയി. നമ്മൾ 15 മിനിറ്റ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. 15ൽ 10 മിനിറ്റ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലാസ്റ്റ് 5 മിനിറ്റ്സ് സ്ട്രെച്ചിങ് ആയിരിക്കും. ഡൻ? റെഡി അല്ലേ എല്ലാരും? നിങ്ങൾ റെഡി അല്ലേ? ബസ് ഇത് മതിയില്ലേ? മ്യൂസിക് ഒന്നും കേൾക്കണില്ല കേട്ടോ. മ്യൂസിക് ഒന്നും കേൾക്കാൻ പറ്റിയില്ല കേട്ടോ. മ്യൂസിക് ഒന്നുമില്ല മാം, ബ്ലാങ്ക് ആണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ കളിച്ചാൽ മതിയല്ലോ. ഇഷ്ടമുള്ള മ്യൂസിക് പോലെ കളിച്ചാൽ മതി. കേട്ടിട്ടില്ല. ഇഷ്ടമുള്ള പോലെ കളിച്ചോളൂ തൽക്കാലം. മ്യൂസിക് കേൾക്കാത്തതുകൊണ്ടേ മനസ്സിൽ പാടിയിട്ട് വേണം കളിക്കാൻ. ഇന്നത്തെ ദിവസം ഇഷ്ടമുള്ള പോലെ കളിക്കൂ. നമുക്കത് സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നിർത്തണ്ട.
ഇന്നലെ ബാക്കിലിട്ടിട്ട് മുഴുവൻ ഉണങ്ങിണ്ടായിരുന്നില്ലേ, അതാണ് ഞാൻ പിന്നെ അതൊന്നും മടക്കി വെച്ചില്ല. 2 സെറ്റ് ഡ്രസ്സ് താഴെ ഇട്ടിട്ട് ഉണങ്ങിയിട്ട്. സംസാരിക്കുന്നേ. മ്യൂട്ടായിരുന്നു അല്ലേ? വേണ്ടി പതിവ് വീട്ടിൽ ഒരുക്കിയിരിക്കുന്ന അതിവിശ ഞാൻ പോട്ടെ, എനിക്കിന്ന് മുഴുവൻ ഡാൻസ് ആണേ, ഉച്ചവരെ. സ്ട്രെച്ചിങ് ചെയ്യണം. ഞാൻ ചെയ്യാം, തനിയെ ചെയ്യാം. ബൈ ബൈ.
One. That's revolutionizing the സമയം 6:22 ആയിട്ടുള്ളൂ. ഇനിയും സമയമുണ്ട്. സ്ട്രെച്ചിങ് തരാലോ. 5 minutes പോരെ? ഓക്കെ, ഞാൻ അവസാനത്തെ ഒരു തവണയും കൂടി ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് നോക്കട്ടെ, നടക്കുമെന്ന് നോക്കാൻ. ഷെയർ സൗണ്ട് കേട്ടാ കിട്ടി, പോയാ പോയി. Ya yo sé que es el flow con el crudo dembow combinado con el bajo, eso te mueve a ti. Cuando te empieza a quebrar, pones el piso a temblar. Tú lo sabes muy bien, eso te mueve a ti. Como lo sabes hacer, nadie te gana a ti. Cuando te empiezas a mover, nadie te para a ti. Todas las chicas quisieran bailar así. Cuando suena el dembow, tú mandas por aquí. Si lo bailas, lígalo por ti. Si te sacan a bailar, tú le dices sí. Como lo mueves, doblemente. De la cabeza a los pies, tú eres feliz. Si bailan así con el mismo sentir, con tanta candela no puedes subir. La noche está joven, no puedo dormir porque lo hacemos así. Todo el mundo diga, todo el mundo lo danza con el dembow. Todo el mundo diga, todo el mundo diga, todo el mundo lo danza con el dembow. Todo el mundo diga, todo el mundo diga, todo el mundo diga, todo el mundo lo danza con el dembow. Todo el mundo diga. Very good. Clap for yourself. ഇന്നത്തെ ദിവസം ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തതിനും നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടെ കട്ടയ്ക്ക് നിന്നതിനും ഒക്കെ താങ്ക് യു പറയാം. എവിടെ എന്റെ കുട്ടികളൊന്നും കാണാനില്ലല്ലോ? വോയിസ് കേൾക്കുന്നില്ലേ? ഡൺ. ഒരു റൗണ്ട് നടക്കൂ, ഒരു റൗണ്ട് നടന്നിട്ട് വരും. ഒരു റൗണ്ട് മതി. എല്ലാരും വരാ. ജസ്റ്റ് സിറ്റ്. നമ്മൾ കഴുത്തിന്റെ ഈ ഭാഗം ഫസ്റ്റ് സ്ട്രെച്ച് ചെയ്യാണ്. ചിൻ അപ്പ് ചെയ്തിട്ട് 10 തവണ ശ്വാസം എടുത്ത് വിടാം. Just feel the stretching.
നമ്മുടെ എത്രയും വെയിറ്റ് ഉള്ള തലേനെ താങ്ങി നിൽക്കുന്ന കഴുത്തിനും കഴുത്തിന്റെ മസിൽസിനും ജോയിന്റ്സിനും ഒക്കെ മനസ്സിൽ താങ്ക് യു പറയാ. താങ്ക് യു പറഞ്ഞുകൊണ്ട് ചിൻ അപ്പ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം സ്ട്രെച്ച് ചെയ്യുക. കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു കേട്ടോ. ഫീൽ ദ സ്ട്രെച്ചിങ്. സേ താങ്ക് യു. മൈൻഡ് ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ട് വെക്കുക. ചിൻ ഡൗൺ ചെയ്യുക. തലയുടെ ടോപ്പിൽ കൈ വെച്ചിട്ട് താഴോട്ട് പ്രസ് ചെയ്യുക. ചിൻ ഡൗൺ. താങ്ക് യു മൈ നെക്ക് മസിൽസ് ആൻഡ് ജോയിന്റ്സ്. കറക്റ്റ് ആയിട്ട് കഴുത്ത് ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നതിന് താങ്ക് യു പറയാം. ഇനി ഒരു കൈ സൈഡിൽ ഇങ്ങനെ വെക്കാം. മറ്റേ കൈ കൊണ്ട് തലേനെ സൈഡിലേക്ക് ഇങ്ങനെ സൈഡ് വേസ് സ്ട്രെച്ച് ചെയ്യാം. മെല്ലെ ശ്വാസം എടുത്ത് വിടുക. സേ താങ്ക് യു. ഓപ്പോസിറ്റ് സൈഡ് സ്ട്രെച്ച്. ഓരോ തവണ ശ്വാസം എടുത്ത് വിടുമ്പോഴും കൂടുതലായിട്ട് ശരീരം റിലാക്സ്ഡ് ആവുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കുക. നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കൂടുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കുക. എൽബോ അപ്പ് ചെയ്യുക. ഇങ്ങനെ തൊട്ടിട്ട് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. ജസ്റ്റ് ഫീൽ ഹാപ്പി. ഇന്നത്തെ ദിവസം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തു. സോ ഫീൽ പ്രൗഡ്. ഓപ്പോസിറ്റ് സൈഡ്. എന്തെങ്കിലും തരത്തിലുള്ള വേദനകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന്റെ റീസൺ നിങ്ങൾ തന്നെയാണ്. സോ നിങ്ങളുടെ ശരീരത്തിനോട് സോറി ചോദിക്കുക. കുറെ കാലം ഞാൻ ശ്രദ്ധിക്കാതെ ഇരുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വന്നത്. സോ നിങ്ങൾ നിങ്ങളോട് തന്നെ സോറി ചോദിക്കുക. കൈ ഫ്രണ്ടിൽ വെക്കുക. ആൻഡ് സേ പ്ലീസ് ഫോർഗീവ് മീ. എന്നോട് ക്ഷമിക്കൂ എന്ന് സ്വയം പറയാം. ഈ മുമ്പിൽ വെച്ച കൈ നിവർത്തി വെക്കൂ കേട്ടോ. നിവർത്തി വെച്ചിട്ട് നെഞ്ചിലേക്ക് അമർത്തി കൊടുക്കും. അതർ സൈഡ്. കൈ നെഞ്ചിലേക്ക് വെച്ചിട്ട് അമർത്തി കൊടുക്കൂ. സേ ഐ ലവ് യു. ഈ ലോകത്ത് ഞാൻ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് എൻ്റെ സന്തോഷത്തിനും എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ സമാധാനത്തിനുമാണ്. കൈ ഇന്റർലോക്ക് ചെയ്യുക. ഓൾ ദ വേ ആ സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. ഫീൽ ദ സ്ട്രെച്ച് ആൻഡ് സേ താങ്ക് യു മൈ സ്ട്രോങ് ബ്യൂട്ടിഫുൾ ബോഡി. ഓപ്പോസിറ്റ് സൈഡ്. എന്റെ ശരീരത്തിൽ ഞാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഓരോ ദിവസവും കൂടുതലായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് സേ ടു യുവർസെൽഫ്. നേരെ ട്വിസ്റ്റ് ചെയ്യാം. ലുക്ക് ടു ദി ഓപ്പോസിറ്റ് സൈഡ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ശരീരം ബെൻഡ് ചെയ്യാനും ട്വിസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നതിന് താങ്ക് യു പറയാം. നമ്മൾ കുറെ കാലം ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും ലൈഫിൽ ബോധേഡ് അല്ലാതെ ഇരുന്നിട്ടുണ്ടാവും. എന്നിട്ടും ശരീരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വരുന്നുണ്ട്. സോ സേ താങ്ക് യു. ആ ചെയറിൽ തന്നെ ഇരുന്ന് ട്വിസ്റ്റ് ചെയ്തോളൂ. അങ്ങനെ ട്വിസ്റ്റ് ചെയ്തോളൂ. നെക്സ്റ്റ് ഇരുന്നിട്ടോ കിടന്നിട്ടോ നിങ്ങൾക്ക് കാല് സ്ട്രെച്ച് ചെയ്യാം. ഇരുന്നിട്ട് ചെയ്യുന്നവർ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യാം. ഇനി അല്ല സംഗീതം കിടന്നിട്ട് ചെയ്യണമെങ്കിൽ കിടന്നിട്ട് ചെയ്യാം കേട്ടോ. കാല് നിർബന്ധമായിട്ടും സ്ട്രെച്ച് ചെയ്യണം. ഞങ്ങൾക്കൊക്കെ കിടക്കുന്ന ഇഷ്ടം. വേഗം വരൂ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. കാൽമുട്ട് നിവർത്തി പിടിക്കുക. നമ്മുടെ ഇന്നത്തെ ദിവസം ഇത്രയും ദിവസം നമ്മൾ എവിടെയൊക്കെ പോണോ വരണോ അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കാല് കൂടെ ഉണ്ട്. എത്ര സ്റ്റെപ്സുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഒരു പ്രശ്നമില്ലാതെ എത്രയോ വർഷങ്ങളായി നമ്മൾ തിരിച്ചൊന്നും ചെയ്തു കൊടുക്കാതെ ഇതിങ്ങനെ
കൂടെ നടക്കണം. So say thank you my legs, my strong, flexible and beautiful legs. എന്തെങ്കിലും തരത്തിലുള്ള വേദനകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതിന്റെ റീസൺ ഞാൻ തന്നെയാണ്. Say sorry, please forgive me, thank you and I love you. ഇതിലും സ്ട്രോങ് ആയിട്ട് എൻ്റെ ലൈഫ് ലോങ് എനിക്ക് എൻ്റെ ശരീരം മുഴുവനായിട്ടും കൂടെ വേണം, ഹെൽത്തി ആയിട്ട് വേണം. Then ഓപ്പോസിറ്റ് സൈഡ്, അതർ സൈഡ് ചെയ്യാം. നല്ല സ്നേഹത്തോടു കൂടി കാലിനെ സ്ട്രെച്ച് ചെയ്യാം. Say I'm sorry, please forgive me, thank you and I love you. അങ്ങനെ കമിഴ്ന്ന് കിടക്കാം. ബാക്ക് പെയിൻ ഉള്ള ആളുകളുണ്ടെങ്കിൽ കാല് വൈഡ് ആക്കി വെക്കുക കേട്ടോ. ഷോൾഡറിന്റെ താഴെ കൈ വെക്കുക. ബ്രീതിങ് ചെയ്തുകൊണ്ട് മെല്ലെ ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. ആൻഡ് ലുക്ക് അപ്പ്. ഫേസ് റിലാക്സ്. ഫേസ് റിലാക്സ്ഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് വെക്കുക. ആൻഡ് ലുക്ക് അപ്പ്. Then back. Then inverted V. കൈ താഴെ വെക്കുക. All the way up. Heels pressed down. Relax. Done. Thank you. താങ്ക് യു സോ മച്ച്. അടുത്ത ദിവസം കാണാം കേട്ടോ. ഞാൻ നിങ്ങളെ വിളിക്കാം. ഡയറ്റ് എനിക്ക് അയക്കണം. ഞാൻ പറഞ്ഞിരിക്കുന്ന ഭക്ഷണവും പാർവതി നമ്മൾ 1 to 1 ചെയ്തതല്ലേ? ഓക്കെ. ഞാൻ പറഞ്ഞിരിക്കുന്ന ഭക്ഷണവും അതേപോലെ പറയാത്ത നിങ്ങൾ തന്നെ കഴിക്കുന്നതൊക്കെ എല്ലാവരും എനിക്ക് അയച്ചു തരിക. ഓക്കെ. ബൈ. Okay, thank you. Have a beautiful day. Thank you. Thank you, ma'am.